വിശുദ്ധ കുർബാനയിൽ പഴയ നിയമ വായനകളും പുതിയ നിയമ വായനകളും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തിനായിരിക്കും ഇത്രയും വായനകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സീറോ മലബാർ സഭയുടെ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ 4 വായനകളാണ് വരുന്നത്. പഴയ നിയമത്തിൽ നിന്ന് 2 വായനകളും പുതിയ നിയമത്തിൽ നിന്ന് 2 വായനകളും. പഴയ നിയമത്തിലെ ആദ്യ വായന നിയമഭാഗത്തിൽ നിന്നും രണ്ടാമത്തെ വായന പ്രവാചക ഭാഗത്തു നിന്നുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പുതിയ നിയമത്തിൽ നിന്ന് പ്രത്യേകിച്ച് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4ാമത്തെ വായന എല്ലായ്പ്പോഴും സുവിശേഷങ്ങളിൽ നിന്നായിരിക്കും. തിരുവചനങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളുന്നവയാണ്. പഴയ നിയമം ഈശോയിലൂടെ സ്ഥാപിതമായ പുതിയ നിയമത്തിൻ്റെ ഒരുക്കമായിരുന്നു. പഴയ നിയമം പുതിയ നിയമത്തിൽ പൂർത്തിയാകുന്നു എന്നതിൻ്റെ സൂചനയായാണ് പഴയ നിയമ വായനകൾക്ക് ശേഷം പുതിയ നിയമ വായനകൾ നാം നടത്തുന്നത്. വിശുദ്ധ അൾത്താര കുർബാനയുടെ മേശയും വചനത്തിൻ്റെ മേശയുമാണ്. അപ്പത്തിൻ്റെ മേശയും തിരുവചനത്തിൻ്റെ മേശയും. വിശുദ്ധ കുർബാനയിൽ നാം പോഷിതരാകുന്നത് പോലെ തന്നെ തിരുവചനത്താലും നാം പോഷിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് വായനകൾ വിശുദ്ധ കുർബാനയിൽ നാം ഉൾപ്പെടുത്തുന്നത്. ഓരോ തവണ വിശുദ്ധ കുർബാനയിൽ നാം തിരുവചനം കേൾക്കുമ്പോഴും വചനമാകുന്ന ദൈവത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ആ വചനമനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങനെ ഈശോയോടുള്ള അഗാധമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള സന്നദ്ധതയുമാണ് നാം പ്രകടമാക്കുന്നത്.